ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി കന്യാസ്ത്രീ. ഈ കന്യാസ്ത്രീയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാ സിസ്റ്റർ ലൂസി കുര്യൻ ഇന്ന് നിങ്ങൾക്കായി അശരണർക്കും ആലംബഹീനർക്കും കൈത്താങ്ങായ നമ്മുടെ സ്വന്തം SKPS സ്കൂളിലേക്ക് സിസ്റ്റർ ലൂസി കുര്യൻ എത്തുന്നു. ഇന്ന് നമുക്ക് സിസ്റ്ററുമായി കുറച്ചു നേരം പങ്കുവച്ചാലോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മോടൊപ്പം ഇന്നുള്ളത് സിസ്റ്റർ ലൂസി കുര്യൻ. നമുക്കിന്ന് സിസ്റ്ററിന്റെ വിശേഷങ്ങളൊന്ന് അറിയാം. സിസ്റ്റർ, അപ്പോ നമ്മുടെ SKPS സ്കൂളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ വന്നതിന് നമ്മൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ സിസ്റ്ററായിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് പങ്കുവെക്കാൻ വേണ്ടി സമയം എടുക്കുവാണ്. ഓക്കെ സിസ്റ്റർ, നമുക്കറിയാം ലോകത്തിലെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന 100 പേരുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ ആണ് നമ്മുടെ സിസ്റ്റർ ലൂസി കുര്യൻ. അപ്പോ സിസ്റ്ററുടെ ലൈഫിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്ത, സിസ്റ്ററുടെ പല ജേണലുകളിലും അല്ലെങ്കിൽ ന്യൂസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, സിസ്റ്റർ ലൈഫിലെ സ്ട്രൈക്ക് ചെയ്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അനുഭവം നമ്മളുമായി പങ്കുവെക്കാം? ആദ്യം തന്നെ ഈ സ്ഥാപനം തുടങ്ങാൻ തന്നെ ഉണ്ടായിരുന്ന കാര്യം അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ കത്തി വലിച്ചു. അത് തന്നെ എനിക്കൊരു ഭയങ്കര ഒരു വേദനപ്പെട്ട ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഞാൻ തുടങ്ങാൻ കാരണം. അന്നേരം ഞാൻ ഞങ്ങളുടെ കോൺവെന്റ് കൂടിക്രോസ് കോൺവെന്റ് അംഗമായിരുന്നു. പിന്നെ ഞാൻ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഞങ്ങളുടെ മഠത്തിൽ ഞാൻ അനുവാദം ചോദിച്ചു, എനിക്ക് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പറഞ്ഞ ലൂസി അതിന് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും, അത് മാത്രമല്ല ഒരുപാട് പൈസയുടെ ചിലവ് വരും, നീ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മഠം നോക്കിയിട്ടുണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കത്തി മരിച്ച ആ വേദന എൻ്റെ ഉള്ളിലല്ല കിടക്കുന്നത്, മറ്റുള്ളവരുടെ ഉള്ളിലല്ല. അപ്പൊ അവർക്ക് എൻ്റെ വേദന എന്താന്നുള്ളത് മനസ്സിലാകാനുള്ള കഴിവില്ലായിരുന്നു, പറ്റിയില്ല. അപ്പം എൻ്റെ മനസ്സിൽ, കാരണം ഞാനത് ഐ വിറ്റ്നസ് ആയത് കാരണം എനിക്കത് മറക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്കത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം മനസ്സിലോട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മുടെ കേരളം പോലെയല്ല മറ്റുള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ നമ്മൾ ചെന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് റോഡിൽ കൂടെ കിടക്കുന്നതും തെണ്ടി നടക്കുന്നതും ഇതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി, ഇതെന്താ മനുഷ്യരാരും ഒന്നും ചെയ്യാതെ. പക്ഷെ എന്നോട് ഞാൻ ചോദിച്ചത്, നീ എന്തുകൊണ്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചില്ലായിരുന്നു. എപ്പോഴും ഞാൻ മറ്റുള്ള ആരും എന്താ ചെയ്യാത്തെന്നുള്ളൊരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെയാണ് ഈ സ്ത്രീ മരിച്ചതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അതിനുശേഷം ഞാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. കാരണം ഞാൻ തുടങ്ങിയത് ഒരു വില്ലേജിലായിപ്പോയി. വില്ലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് എനിക്ക് ഇച്ചിരി സ്ഥലം മേടിക്കാനുള്ള ഇത് കിട്ടിയത്. അപ്പം പിന്നെ ആ സ്ഥലം മേടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഒന്നാമത് വീട് പണിയാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് മാത്രമല്ല പിള്ളേരെ എടുത്തു കഴിഞ്ഞപ്പോൾ പിള്ളേർ സ്ത്രീകൾ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശകലം പോലും പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഒരു ബാഗും എടുത്തുകൊണ്ട് ഞാൻ പോകും. ഈ വെജിറ്റേറിയൻ വെൻഡേഴ്സ് എടുത്തു കളയുന്ന പച്ചക്കറികൾ ഞാൻ പെറുക്കിയെടുക്കാൻ തുടങ്ങി. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യം ജീവിച്ചു പോകുന്നത്. പിന്നെ കുറേ ഇങ്ങനെ ഈ പക്ഷികൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ അരിയൊക്കെ വെക്കുമല്ലോ, അപ്പം ഞാൻ അത് പെറുക്കിയെടുക്കും. അവരോട് ചില കടകളിൽ ഞാൻ ചെന്ന് ഭിക്ഷയാടിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചു ഇതൊക്കെ ഇങ്ങനെയൊന്നൊരു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടില്ല. കാരണം ആരോടാ എന്താ പൈസയ്ക്ക് ചോദിക്കണ്ടേ എന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കൊരു പ്രോജക്റ്റ് പോലും എഴുതാനുള്ള എനിക്ക് അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞ ഒരു വിദ്യാഭ്യാസം അതിനായിട്ടുള്ള എനിക്കില്ല. അപ്പം എങ്ങനെയാണ് ആരോടാണ് പൈസയ്ക്ക് ചോദിക്കേണ്ടതെന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് വേണമെന്ന് പറയാൻ, ഞാൻ ആദ്യമായിട്ടൊരു വീട് ഞാൻ 1997 ഉണ്ടാക്കി. ഇപ്പം 70 സെന്റേഴ്സ് 7 സ്റ്റേറ്റിലായിട്ടുണ്ട്. nearly 2,600 people ഇപ്പം എൻ്റെ കൂടെയുണ്ട്, including children,
വിമൻ ആൻഡ് ഓൾസോ ഹോംലെസ് മെൻ. അതിൽ ഞാൻ ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാനത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓർത്തു ഞാനിത് ക്രിസ്ത്യൻ ആണെന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയായിട്ട് ക്രിസ്ത്യൻ ആണ്, ഒരു സിസ്റ്റർ ആണ്. അപ്പൊ പെട്ടെന്ന് ഒരു സിസ്റ്റർ ഇങ്ങനെ ഒരു സാമൂഹിക സേവന രംഗത്തേക്ക് ആ ഒരു കാലഘട്ടത്തിൽ മാം ഇറങ്ങിച്ചെല്ലുന്ന ആ ഒരു സമയത്ത് അങ്ങനെ ഇറങ്ങിച്ചെന്നപ്പോ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? കാരണം പല സ്ഥലത്തു നിന്ന് പല ചിലപ്പോ സഭയ്ക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്നോ എന്തുകൊണ്ട് ഈ ഒരാൾ മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ടായി കാണില്ലേ? ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥനാലയത്തില് ഞാൻ ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ, അതുപോലെ തന്നെ പിന്നെ പിക്ചേഴ്സും ഞാൻ അങ്ങനെ വെച്ചു. പിക്ചേഴ്സ് ഓഫ് ഭഗവത്ഗീത, ബുദ്ധ, ഗണേഷ്, അതൊക്കെ ഞാൻ ഈ പ്രാർത്ഥനാലയത്തിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നാച്ചുറലി ചർച്ച് വുഡ് നോട്ട് അക്സെപ്റ്റ് മീ അറ്റ് ദോസ് ഡേയ്സ്. അപ്പൊ പള്ളിക്കാർക്ക് വിഷമായി, ഞങ്ങളുടെ മടത്തിൽ നിന്നുള്ളവരാണെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടായി. കാരണം ഞാൻ കുരിശൊന്നും ഉപയോഗിക്കുന്നില്ലായിരുന്നു. എൻ്റെ ഇതെല്ലാം സർവധർമ്മ ഇത് കാണിച്ചു ഇറ്റ് ഈസ് അതെ. അപ്പൊ അങ്ങനെ തുടങ്ങിയപ്പം അതിനായിട്ടുള്ളത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് വരുന്നു. പിന്നെ എനിക്കെന്താന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയത് ഒരു 100% ഒരു വില്ലേജിലാണ്. അപ്പൊ അവിടെ ഒരു കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ, അവിടുത്തെ ഭാഷ അറിയാൻ പാടില്ലാത്ത ഒരു സ്ത്രീ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇറ്റ്സ് എ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി. ഒരു സ്ത്രീ അങ്ങനെ ചെന്ന് തുടങ്ങുന്നു. അപ്പൊ അവർ നോക്കുമ്പോ എന്റെ കഴുത്തിൽ ഇങ്ങനെ താരിയില്ല, മന്ത്രത്തെ വാട്ട് വി കോൾ ഇറ്റ് ഇൻ മറാഠി മംഗൾസൂത്ര, അതില്ല. അപ്പൊ അവരെന്നെ ചോദിച്ചു ഹൂ ആർ യു, ഇങ്ങനെ അവർക്ക് അങ്ങനത്തെ ഒരു ചോദ്യം വന്നു പോലെ. പിന്നെ അവര് ഒരു പ്രാവശ്യം അവരറിഞ്ഞു, ഞാൻ എന്റെ പേര് കണ്ടു കഴിഞ്ഞപ്പോ മാർക്ക് മനസ്സിലായി ഞാൻ ക്രിസ്ത്യനാണ്. അപ്പൊ അവരെന്നെ മുകളിൽ തുപ്പി. അത് കഴിഞ്ഞ് ഇവരെ കുറേയൊക്കെ ഒരുമിച്ച് കൊല്ലാനായിട്ടൊക്കെ വന്നു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അതൊക്കെ മാറിപ്പോയി. ഇപ്പൊ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നല്ലോണം മനസ്സിലായി. എല്ലാവർക്കും എന്നോട് ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ്. ആ കാലഘട്ടം അങ്ങ് കഴിഞ്ഞുപോയി. പക്ഷെ അന്നത്തെ സമയം എനിക്ക് ഒരുപാട് പേർ ബുദ്ധിമുട്ടുണ്ട് വന്നു. അപ്പൊ എനിക്ക് ചില നേരത്ത് തോന്നിയായിരുന്നു ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കും, ഇതെല്ലാം ഇട്ടിട്ട് പോയേക്കാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു. പക്ഷെ അങ്ങനെ തോന്നിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറുമ്പം എൻ്റെ പിള്ളേർ ഓടി വരുന്നു. ഇങ്ങനെ ഞാൻ വഴിയിൽ നിന്ന് പെറുക്കി എടുത്ത പിള്ളേരാ. അപ്പൊ ഈ പിള്ളേർ ഇങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. മനസ്സ് തോന്നിയില്ല. അപ്പൊ ഞാൻ പിടിച്ചു നിന്നു. എന്ത് വന്നാലും വേണ്ടില്ല, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആരും ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. 70 പിള്ളേരും പിന്നെ കുറച്ച് സ്ത്രീകളും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം കുറേ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഞാൻ ഐസ് ടു ഗെറ്റ് അപ്പ് അറ്റ് 4 o'clock and prepare breakfast. And then അങ്ങനെ ഞാൻ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടായിരുന്നു അന്നേരം. പക്ഷെ എന്താണോ ഈ പിള്ളേരോട് ഇവരുടെ മുഖം നോക്കുമ്പോഴും പിന്നെ അവിടെ വന്ന സ്ത്രീകൾ നല്ല സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം സ്വയം ഒരു ശക്തി ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തില്ല, ദിസ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് ഇസ് കറക്റ്റ് എന്നുള്ളൊരു ബോധം വന്നു തുടങ്ങി. അപ്പൊ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. പുതുതലമുറ കൂടുതലായും അവർ സാമൂഹിക സേവനത്തിലേക്ക് തിരിയാത്ത കുട്ടികളാണ്. അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മൊബൈലിൽ പകർത്തുകയും അത് മറ്റു സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് നമുക്കുള്ളത്. എന്നാൽ ഒരു കൂട്ടം കുട്ടികൾ ഈ സാമൂഹിക സേവനം എന്നുള്ള കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തിരിയുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പുതുതലമുറയോട് സിസ്റ്റർക്ക് എന്താ ഒരു സന്ദേശം നൽകാറുണ്ട്? എനിക്ക് പിള്ളേരോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അവരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വളർന്നു വരുന്ന മക്കള് ഇങ്ങനെയുള്ള സോഷ്യൽ പ്രവർത്തനത്തിലോട്ട് കൂടുതലായിട്ട് ഇറങ്ങണം. ഇറങ്ങുന്ന കുട്ടികള് മതവും ജാതിയെല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്കായിട്ട് ജോലി ചെയ്യണം. അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള മാത്രമല്ല പിള്ളേരെ, എല്ലാ പിള്ളേരും അങ്ങനെ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ I don't think people like me is needed anymore in the world. Yes. Because everybody will എല്ലാവരും അതിനു വേണ്ടിയിട്ട് പണിയെടുത്ത് കഴിയുമ്പോൾ if one thing I can tell you,
ഈച്ച് വൺ ടീച്ച് വൺ, അങ്ങനെയൊക്കെയുള്ളൊരു തത്വങ്ങൾ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ളൊരു സ്ഥാപനങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല. അതില്ലാണ്ടതായി തീർക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള പുതിയ തലമുറ അതിനു വേണ്ടി പണിയെടുക്കണം. ഇപ്പോ സ്കൂളുകൾ ഉണ്ടെന്ന്, നമ്മുടെ സ്കൂളുകളിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന, സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനം. ഇപ്പൊ ഞങ്ങളുടെ SKPS സ്കൂളാണെങ്കിൽ കുട്ടികൾ ഒത്തിരി പ്രവർത്തനങ്ങൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് രോഗികളെ സന്ദർശിക്കുക, അതുപോലെ വീടില്ലാത്തവർക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ ക്യാഷ് കളക്ട് ചെയ്ത് അവർ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഒക്കെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം മാമിനൊന്ന് സജസ്റ്റ് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ പിള്ളേരെ എക്സ്കർഷനൊക്കെ കൊണ്ടുവരുമല്ലോ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അങ്ങനെയുള്ള സമയത്ത് എക്സ്കർഷന് കൊണ്ടുപോകും പിള്ളേരെ, പക്ഷേ ഓൾസോ ഗിവ് ദം എക്സ്പോഷർ ടു ദ ഓർഗനൈസേഷൻസ് ലൈക്ക് മാഹേർ. ബിക്കോസ് അവിടെ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയും ഒരു ലോകം ഉണ്ടല്ലോ എന്നുള്ളത്. I'm very grateful to SKPS school for inviting me here because I know that this is a very good school and you are giving very good values to the children. So I am very grateful for inviting me here. Thank you. അപ്പൊ മാം ഇത്രയും സമയം, മാമിന്റെ വിലപ്പെട്ട സമയം, മാം ഞങ്ങളുടെ സ്കൂളിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. കുട്ടികളെല്ലാം മാമിനെ കാണാൻ വേണ്ടി വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്കൂൾ ഇപ്പോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സാമൂഹിക സേവന രംഗത്ത് ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ തന്നെ നമ്മൾ G20 ബെസ്റ്റ് എമർജിംഗ് സ്കൂളാണ്. കോട്ടയം ജില്ലയിലെ ഫസ്റ്റ് ബെസ്റ്റ് എമർജിംഗ് സ്കൂളാണ്. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളുടെ സ്കൂളിലേക്ക് മാം വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു.